ഒരു എക്സ്പെക്ടേഷൻ ഹൈപ്പൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഒരു മോഹൻലാൽ എന്നുള്ള രീതിയിൽ ഒരു ഹൈപ്പിനുള്ളത് സെക്കൻഡ് ഹാഫിൽ കുറച്ച് ഭാഗമേ ഉള്ളൂ. കുറച്ച് വയലൻസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ലൂസിഫർ ആണോ എമ്പുരാനാണോ എന്ന് പറഞ്ഞാൽ ഐ വിൽ സേ ഐ ലൈക്ക് മോസ്റ്റ് ദ ലൂസിഫർ. വയലൻസ് ഇച്ചിരി കൂടുതലുള്ളത് പോലെ തോന്നി. കണ്ടിരിക്കാം എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് ലൂസിഫറിൽ കുറേ മാസ് പഞ്ച് ഡയലോഗ്സും സീൻസും ഒക്കെ ഇല്ലേ, ഇതിൽ കുറച്ച് എന്താ പറയുക, ഒരു KGF പോലെ ഒരു ആക്ഷൻ കുറച്ച് കൂടുതലായി. ഇപ്പം മറ്റേ നമ്മുടെ നാട് രാഷ്ട്രീയം അങ്ങനത്തെ ഒരു ഇതായിരുന്നില്ല, അതൊക്കെ ഇതിൽ കുറച്ച് കുറവായിരുന്നു. ഐ വാസ് എക്സ്പെക്ടിങ് ദാറ്റ്. ഏതാണ് ഓവറോൾ നല്ല പടമാണ്. ഇത് നമ്മൾ ലൂസിഫർ ആണ് കൂടുതൽ ആ റേഞ്ചിൽ വന്നെങ്കിൽ കുറച്ചുകൂടെ ഇതായിരുന്നു. ഇത് മിക്സഡാണ് ലൂസിഫർ. കാരണം നമ്മൾ ലൂസിഫറിൻ്റെ വെർഷൻ കുറവാണ്, ഖുറേഷി അപ്പുറമാണ് കൂടുതൽ. എന്ത് പറയാനെന്ന് വെച്ചാൽ പടം നിരാശയാണ്. ഇപ്പോൾ പലരും പൊക്കി അടിക്കണൊക്കെ കേട്ട് എന്തെന്ന് എനിക്ക് അറിഞ്ഞൂടാ, നമുക്ക് നിരാശയാണ്. ഉറക്കെ ഒഴിച്ചിരുന്ന ഒന്ന് കണ്ടതാണ്, ഒന്നും വേറെ ഒന്നും പറയാനില്ല. ലൂസിഫർ അതൊക്കെ കണ്ട് നമ്മൾ നല്ല 6 വർഷത്തെ കാത്തിരിപ്പാണ് ഈ പടം. ഒരുപാട് പ്രതീക്ഷിച്ചിട്ട് പോയി, അതുകൊണ്ട് അത്ര അങ്ങോട്ട് വന്നില്ല. എന്നാലും പടം അടിപൊളിയായിരുന്നു. ലാലിൻ്റെ സ്ക്രീൻ പ്രസൻസും എല്ലാം നന്നായിരുന്നു. എക്സ്പെക്ട് ചെയ്ത് അത്ര വന്നില്ല, അതാണ് എല്ലാവർക്കും ഒരു നിരാശ പോലെ തോന്നുന്നത്. പക്ഷേ അങ്ങനെ ഫസ്റ്റ് ഹാഫ് ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ഹാഫ് തുടക്കം കുഴപ്പമില്ലായിരുന്നു, പിന്നെ അങ്ങോട്ട് കുറച്ച് ലാഗും ഇതൊക്കെ കുഴപ്പമില്ല. വൺ ഡേ മാച്ചിൽ കണ്ടു. ഒരു സ്റ്റൈലിഷ് പടം എന്നുള്ള രീതിയിലേ ഉള്ളൂ. ലൂസിഫറിൻ്റെ അത്ര എത്തിയിട്ടില്ല എമ്പുരാൻ. ഒരു തെലുങ്ക് പടം തമിഴ് പടം കാണുന്ന മാതിരി ഒരു മലയാള പടം. പിന്നെ മേക്കിങ്ങിൽ മലയാളത്തിൽ ഏറ്റവും ടോപ്പ് എന്ന് പറയാം. ഒരു മലയാള പടം ഇതുവരെ ഇത്തരത്തിലൊരു മേക്ക് ചെയ്തിട്ടില്ല, കാരണം പുറത്ത് പോയിട്ട് ചെയ്തിട്ടില്ല. കൊള്ളാം, കുഴപ്പമില്ല. നല്ല പടം. 6 വർഷം കാത്തിരുന്നത് വെറുതെ ആയില്ല. കാത്തിരിപ്പിൻ്റെ എല്ലാ സ്ക്രീനിൽ കാണുന്നുണ്ട്. ആദ്യം പൃഥ്വിരാജിനൊരു ഹാറ്റ്സ് ഓഫ്. കാരണം ഇങ്ങനെ ഒരു സിനിമ, ഇങ്ങനെ ഒരു ക്യാൻവാസ്, ഇങ്ങനെ ഒരു ലാൻഡ്സ്കേപ്പ്, ഇങ്ങനെ ഒരു ബഡ്ജറ്റ് മലയാളത്തിൽ ഇങ്ങനെ ഒരു പടം ഫുൾ ഓഫ് ചെയ്തതിന് പൃഥ്വിരാജിനെ സമയം അത്രയും ഗംഭീര സിനിമ ഉണ്ട്. 6 വർഷം ലാലേട്ടനെ കാത്തിരുന്നത് കണ്ണിറച്ച് സ്ക്രീനിൽ കാണാൻ പറ്റി. അടിപൊളി പടം, അടിപൊളി. കാരണം ഇതിന് മലയാള സിനിമയാണെന്ന് വരെ സംശയിച്ചു. അത്രയും ഇൻ്റർനാഷണൽ ആയിട്ട് ഉണ്ട്. ലാലേട്ടൻ്റെ പെർഫോമൻസ് സൂപ്പർ, പൃഥ്വിരാജ് സൂപ്പർ, മഞ്ജു വാര്യർ സൂപ്പർ, ടൊവിനോ സൂപ്പർ, എല്ലാ ആക്ടേഴ്സും സൂപ്പർ. ഇൻ്റർനാഷണൽ ആക്ടേഴ്സും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു മലയാള സിനിമയാണെന്ന് പറഞ്ഞാൽ നമുക്ക് അഭിമാനിക്കുക. ഇത് മലയാളത്തിൻ്റെ ഫസ്റ്റ് പാൻ ഇന്ത്യൻ ഹിറ്റ്. ഇത് എല്ലാ ഭാഷയിലും വിജയിക്കും. ഇത്രയ്ക്ക് വേണ്ടി കട്ട വെയിറ്റിംഗ്. ഇത് മലയാള സിനിമയുടെ ഇൻഡസ്ട്രി ഹിറ്റ് തന്നെയാണ്. 100% യാതൊരു സംശയം വേണ്ട. ലാലേട്ടൻ കീ ചെയ്യും. ആക്ച്വലി പടം എനിക്ക് വളരെ ആവറേജ്, വളരെ നോർമലായിട്ടുള്ള പടമായിട്ടാണ് തോന്നിയിട്ട്. ഈ ഹൈപ്പൊക്കെ വെച്ച് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ വളരെയധികം ഡിസപ്പോയിൻറ്റഡ് ആവും. നോർമൽ പടം. ഫസ്റ്റ് ഹാഫിലെ ലാഗ് എന്ന് പറഞ്ഞാൽ ആളിരുന്ന് ഉറങ്ങും, ആ ലെവല് ലാഗാണ്. അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫ് കുറച്ചൊന്ന് നമ്മൾ വിചാരിച്ച് പടം തിരിച്ചു വരുമെന്ന് വിചാരിക്കും. പക്ഷേ വീണ്ടും ക്ലൈമാക്സ് ഒക്കെ വരുമ്പോൾ നോർമൽ തന്നെ, വലിയൊരു ഇതില്ല. ഇതിൽ ആകെ മെയിനായിട്ട് പറയേണ്ട പൃഥ്വിരാജിനെയൊക്കെ അഭിനന്ദിക്കേണ്ട മാർക്കറ്റിംഗ് സ്ട്രാറ്റജിക്ക് വേണ്ടിയാണ്. അടിപൊളി മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ചെയ്തിട്ടുണ്ട്. ഈ ഒരു നോർമൽ പടത്തിന് ഇതുപോലെ ഹൈപ്പ് കൊടുത്ത് കാശ് വരാനുള്ള ഒരു മാർക്കറ്റിംഗ് അതിനെ സമ്മതിച്ചിരിക്കുന്നു. കാരണം നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ട്. കാരണം അത്ര നോർമൽ, വളരെ സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ്. മുരളി ഗോപി ഇരുന്ന് ഇങ്ങനെയൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. ലൂസിഫറിൻ്റെ ഏതായാലും പോലും നിൽക്കാൻ പറ്റില്ല എമ്പുരാൻ്റെ ഈ സ്ക്രിപ്റ്റിൽ. ഇല്ലാതെ ഒന്നും കണക്റ്റ് ആവുന്നില്ല ആളുകളിലോട്ട്. അങ്ങനെ വലിയൊരു ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ലാലേട്ടൻ ഫാൻ എന്ന രീതിയിൽ എനിക്ക് വളരെയധികം വിഷമമുണ്ട്. അതുപോലെ ഇപ്പം നമുക്ക് ലാലേട്ടൻ നമ്മളൊരു അഹങ്കാരമാണ്, നമ്മളെ അഭിമാനമാണ്. അതാണ് വളരെ മലയാളക്ക് ഒരു എല്ല് കൂടുതൽ എന്ന് പറഞ്ഞാൽ ആ എല്ല് ലാലേട്ടനാണ്. ഇതിപ്പോൾ ആ എല്ല് കുത്തിക്കയറിയിരിക്കുന്ന അവസ്ഥയുണ്ട്. തുപ്പാനും വയ്യ, ഇറക്കാനും വയ്യാത്തൊരവസ്ഥ ഇരിക്കുന്നതാണ്. ഒരു ലാലേട്ടൻ ഫാൻ എന്ന രീതിയിൽ എനിക്ക് ഭയങ്കര അധികം ഡിസപ്പോയിൻറ്റഡ് ആണ്. പടം ലാലേട്ടനെ കാണാൻ വേണ്ടിയിട്ട് വന്ന് കാണാം, ആ മാസം സ്വയം കാണാം. എന്തോ അത് ഒരിക്കലും ഓഡിയൻസിനെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. ക്ലൈമാക്സിലൊക്കെ ടൈറ്റിൽ കാർഡിലൊക്കെ എന്തൊക്കെയോ വലിയ സംഭവം ഉണ്ടെന്ന് പൃഥ്വി പറയുന്നത് കേട്ടു. പക്ഷേ ഒരു സംഭവം ഇല്ല എന്നുള്ളത് സത്യസന്ധമായിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിൽ ഞാൻ സമ്മതിച്ചിരിക്കുന്നത് ഇതൊരു ബ്രാൻഡായിട്ട് ഗ്ലോബൽ ലെവലിൽ ഇതിനെ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന വലിയ സംഭവം തന്നെയാണ്. ഒന്നും പറയാനില്ല. കാരണം അത് ഭയങ്കര വിൻ സിറ്റുവേഷൻ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്ക്രിപ്റ്റ് വളരെ വീക്ക്. ലൂസിഫറൊക്കെ വെച്ച് നോക്കുമ്പോൾ അടുത്തുപോലും നിൽക്കാൻ പറ്റാത്ത ലെവല് തീരെ പോരാ. ഇനി തേർഡ് കാണണമെന്ന് ഭയങ്കര തേർഡ് കണ്ട് ഇപ്പം നമുക്ക് തോന്നും വല്ലാത്ത ഗുണ്ട് വെടി പൊട്ടണ പടം മൊത്തത്തിൽ വളരെ ആവറേജാണ്. ഫാൻസ് ഷോയിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ട് ഫാൻസെ കുറച്ച് പേര് പൊക്കി പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഞാൻ സത്യസന്ധമായിട്ട് പറയാം, വളരെ ആവറേജ് പടം, വളരെ നോർമൽ ആവറേജ്. ഇതിൻ്റെ ബ്രില്യൻസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മാർക്കറ്റിംഗ് ചെയ്ത് ഈ 50 കോടി പ്രീ ലോഞ്ചിൽ വാരിയെന്നുള്ളതാണ്. അതിന് സമ്മതിച്ചു കൊടുത്തേ ഉള്ളൂ. അത് ബ്രില്യൻറ്റ് മൂവ് തന്നെയാണ്. അല്ലാതെ ഈ പടത്തിൽ ഒന്നും തന്നെ വളരെ നോർമൽ. അതുപോലെ നമ്മുടെ ട്രെയിലറിൽ തന്നെ ഇതിൽ വന്ന മെയിൻ ടോപ്പിക്കുകളെല്ലാം കവറായിട്ടുണ്ട്. വളരെ കുറച്ച് ഫ്രെയിംസ് നല്ല ഫ്രെയിംസ് അല്ലാതെ കാണുന്നുള്ളൂ. ബാക്കിയെല്ലാം കണ്ടതുകൊണ്ടേ ട്രെയിലർ അതും ഒരു നല്ല സ്ട്രാറ്റജി. ട്രെയിലറിൽ ബെസ്റ്റ് ഓഫ് ദ ഷോട്ട്സ് ഓഫ് ദ ഫിലിം അവർ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ബാക്കി എല്ലാത്തിലും നല്ല ഡിസപ്പോയിൻമെൻ്റ് ആണ്.
ഒരു ലാലേട്ടൻ ഫാൻ എന്ന ലെവലിൽ എനിക്ക് നല്ല വിഷമമുള്ള ഒരു അവസ്ഥയാണ്. എന്തായാലും പക്ഷേ ലാലേട്ടൻ്റെ പടമാണ്. ലാലേട്ടൻ്റെ പടം എന്തായാലും വന്ന് കാണണം, തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. അതുപോലെ തന്നെ ആസ്പെക്ട് റേഷ്യോ ഇത് അനോമോർഫിക് ലെൻസിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊന്ന് ഓഡി വണ്ണിൽ തന്നെ വന്ന് കാണുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഇപ്പോൾ PVR IMAX-ലൊക്കെ പോയാൽ പോലും ആ ബ്ലാക്ക് ഗ്രേഡ് കുറച്ചുകൂടെ കൂടുതലായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് മൊത്തത്തിൽ കുഴപ്പമില്ല. ദീപക് ദേവിൻ്റെ BGM നന്നായിട്ടുണ്ട്, വലിയ കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഭയങ്കര ഒരു സംഭവം എന്ന് പറയാനില്ല. ഇപ്പോൾ ഒരുപാട് നമ്മൾ കണ്ട് മാറുന്ന പടങ്ങളുടെ ഒരു സ്ക്രിപ്റ്റാണ്, വേറെ ഒരു പുതുമയില്ല. അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു സർപ്രൈസോ ഒരു ടേണിംഗ് മൊമെൻറ്റോ ഒന്നുമില്ല. അങ്ങനൊരു പ്രശ്നമുണ്ട്. എന്തായാലും വന്ന് കാണുക. ഈ ഹൈപ്പോടെ വരരുത്, ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആകും. അല്ലാതെ കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് കാണാം, ഒരു ആവറേജ്.